ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതോടെ കഴിഞ്ഞ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത വ്യവസ്ഥിതികൾ ഒന്നിനു പുറകെ ഒന്നായി കടപുഴകി വീഴുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പ്രഖ്യാപിച്ചതുപോലെ ലോകോത്തര നാടുകടത്തലിലുള്ള അവസാനഘട്ട കരുക്കൾ നീക്കിയ ട്രംപ് അതിനായി തയ്യാറാക്കിയിരിക്കുന്ന സൈനിക വിമാനങ്ങളുടെയും അതിൽ കയറിയിരിക്കുന്ന കുടിയേറ്റക്കാരുടെയും ദൃശ്യങ്ങൾ പങ്കിട്ടുകൊണ്ട് ആഗോള വ്യാപകമായി ശക്തവും വ്യക്തവുമായ ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അനധികൃതമായി US പ്രവേശിച്ചത് ആരാണെങ്കിലും അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരുമെന്നായിരുന്നു. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന നിയമ നടപടികളിൽ അനധികൃത കുടിയേറ്റ കുറ്റവാളികളും പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ക്രിമിനലുകളുമായ 600ഓളം കുടിയേറ്റക്കാരെ US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് വെള്ളിയാഴ്ച രാത്രി വരെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം 2000ഓളം അനധികൃത കുടിയേറ്റക്കാരെ വ്യാഴാഴ്ച നാടുകടത്തുകയും ചെയ്തു. ഇതിൽ US ക്രിമിനൽ ലിസ്റ്റിൽപ്പെട്ട ഒരു തീവ്രവാദിയും ട്രെൻഡ്രി അരാഗോസ് സംഘത്തിലെ 4 അംഗങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇതാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലെന്നുമുള്ള ആ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കരോളിൻ ലിവിറ്റ് വ്യക്തമാക്കിയിരിക്കുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാരുണ്ടെന്നാണ് ഓഫീസ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിർത്തി കുറ്റകൃത്യങ്ങൾ തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായി US മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും കടുത്ത നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാൻ 1500 സജീവ ഡ്യൂട്ടി സൈനികരെ വിന്യസിക്കുകയും അതിർത്തി പട്രോളിംഗ് ഏജന്റുമാരെ സഹായിക്കാനും തടസ്സങ്ങൾ നീക്കുന്നതിനും ഹെലികോപ്റ്ററുകൾ പറത്താനുമുള്ള ഉത്തരവുകൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ കാറ്ററുകളടക്കമുള്ള സംഘടിത കുടിയേറ്റ സംഘങ്ങളെയും വിദേശ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തന്നെ പ്രഥമ ഗണനീയമായി കുടിയിറക്കൽ നടപടികൾ മുന്നോട്ട് നീക്കിയെങ്കിൽ ഈ മാസ് ഡിപ്പോർട്ടേഷന് കടുത്ത തീവ്ര വലതുപക്ഷ നിലപാടുകളോടെ മുന്നേറുന്ന ട്രംപ് മിനിസ്ട്രി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവെന്ന കാര്യം ഊഹിക്കാൻ കഴിയുന്നത് തന്നെയാണ്. അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് അധികാരത്തിലെത്തിയ ദിവസം തന്നെ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചുകൊണ്ട് ട്രംപ് പ്രതിജ്ഞ എടുത്തത് ക്രിമിനൽ അന്യഗ്രഹ ജീവികളെ നാടുകടത്തുമെന്നും അതുറപ്പാക്കാൻ സ്ഥലത്ത് കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നായിരുന്നു. ഈ നടപടികളൊക്കെ കൃത്യമായി മുൻപോട്ട് പോകുകയും അഭയാർത്ഥി പുനരധിവാസം റദ്ദാക്കുകയും ഉത്തരവ് നടപ്പാക്കാൻ മടി കാണിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് ചുമതലയേറ്റ ദിവസം തന്നെ മുഴുവൻ ബോസ്റ്റൺ, ഡെൻവർ, ഫിലാഡൽഫിയ, അറ്റ്ലാന്റ എന്നീ കേന്ദ്രങ്ങളിലേക്ക് ഫെഡറൽ ഉദ്യോഗസ്ഥന്മാരെ അഴിച്ചുവിട്ട ട്രംപ് ശക്തമായ റെയ്ഡുകളാണ് നടത്തിയത്. ട്രംപിന്റെ ഈ മാസ് ഡിപ്പോർട്ടേഷന്റെ പരിക്കുകൾ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും മെക്സിക്കോയുമാണെന്ന കാര്യം മുമ്പ് തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ രാജ്യങ്ങൾ തന്നെയാണ് അമേരിക്കൻ നിയമങ്ങളിലെ ലൂപ്പ് ഹോളുകളിൽ പിടിമുറക്കി കൂടുതൽ കുടിയേറ്റക്കാരെ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കടത്തിവിട്ടത്. അതേ ദിശയിലേക്ക് തന്നെ ട്രംപ് അവരെ തിരികെ അയക്കുമ്പോൾ ഇത്തരം അനധികൃത കുടിയേറ്റക്കാരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്തിയ US എൻഫോഴ്സിൻ്റെ 2 വിമാനങ്ങളെ സ്വീകരിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് മെക്സിക്കോ ഇപ്പോൾ അവർ കയറ്റിവിട്ട കുടിയേറ്റക്കാരെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. അനധികൃത കുടിയേറ്റത്തിൻ്റെ വലിയ വാതിലായ മെക്സിക്കൻ അതിർത്തിയിൽ നാടകീയമായി തന്നെ ട്രംപ് സുരക്ഷ ശക്തമാക്കുകയും കൂട്ട റെയ്ഡുകൾക്കും നാട് കടത്താനുമുള്ള ട്രംപിൻ്റെ ഉത്തരവിനെ തുടർന്ന് മെക്സിക്കോ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുന്നു. ചട്ടവിരുദ്ധമായി മെക്സിക്കോ വഴിയായി അമേരിക്കയിലേക്ക് ഇനി ആളെത്തിയാൽ 25% ഇറക്കുമതി ചുങ്കം മെക്സിക്കോയ്ക്കും ചുമത്തുമെന്ന ട്രംപ് ഭീഷണിപ്പെടുത്തിയതോടെ വെട്ടിലായ മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം അതിനെതിരെ രംഗത്ത് വന്നെങ്കിലും നടപടികൾ ശക്തമാക്കി ട്രംപ് സർക്കാർ മുമ്പോട്ട് തന്നെ പോകുകയാണ്. തങ്ങളുടെ രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരെ പുറത്താക്കി രാജ്യം ശുദ്ധമാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തോട് സഹകരിക്കുമെന്ന് തന്നെയാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്.